കാണുന്നവർ ആണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിന് വേണ്ടി ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തത്. അതിലേക്ക് ഞാൻ ശകലം സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. കുറച്ച് മതി. അത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ല, അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ആണ് എടുത്തത്. ചൂടായതിന് ശേഷം ഇപ്പോൾ എണ്ണ ചൂടായതിലേക്ക് ഞാൻ ശേഷം കടുക് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി വരുന്നതിന് ശേഷം വരുമ്പോഴേക്കും അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, ഇതിൻ്റെ ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഒരു 10 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ആദ്യം മതി. അത് ഇനി ഇതിൻ്റെ മുന്നേയായിട്ട് ഞാൻ കുറച്ച് അര കിലോനില്ല, ഒരു 300 ഗ്രാമോളം വെണ്ടയ്ക്ക എടുത്ത് വറുത്തിട്ട് ഒരു വാട്ടി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വാട്ടിയാൽ മതി. ഇത് നല്ലപോലെ വഴന്ന് വരുന്നുണ്ട്. നല്ലോണം ഒന്ന് വാടി വരട്ടെ. വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് വാടി വരണം. ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി, 1/4 ടീസ്പൂൺ നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ അത് വെണ്ടയ്ക്കയിൽ. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ശകലം ഗരം മസാല പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു 2 മീഡിയം തക്കാളിയുടെ പേസ്റ്റ് ഇട്ട് തക്കാളി മിക്സിയിലിട്ട് അരച്ചതാണ്. ഇത് നല്ലവണ്ണം വഴന്ന് വരും. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുകയാണ്. ഉപ്പ് കുറച്ച് നമ്മൾ ഇട്ടിട്ടുള്ളൂ. ശേഷം ലേശം പുളിവെള്ളം ഒഴിക്കുക. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് ആ വെള്ളമാണ് ഒഴിക്കുന്നത്. കുറച്ച് മതി. അതിന് ഗ്രേവി പാകത്തിന് വേണ്ടി വെള്ളം ഒഴിക്കണം. ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് കുറച്ച് വറ്റട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്രേവി ഇവിടെ കുറുകി പാകത്തിനായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് ഒരു 5 മിനിറ്റ് കഴിയട്ടെ.